Welcome to Zoology class. In this class, let us continue with the functioning of the heart. In the last class, we had seen the structure, external and internal structure of the heart, and the conducting system of the heart also. So, in this class, let us see how does the heart function. എങ്ങനെയാണ് ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ട് ഈസ് എ പമ്പിങ് ഓർഗൻ. ഇറ്റ് പമ്പ്സ് ബ്ലഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഇവിടെ പമ്പിങ് നടക്കുന്നത് due to the contraction and relaxation, due to the contraction of the heart muscle. Atria can contract and the ventricles also can contract. അതായത് ഈ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ ഫലമായി ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഏതൊരു മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിലും നമുക്കറിയാം, മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റിമുലസ് ആവശ്യമാണ്. സ്റ്റിമുലസ് ഇസ് റിക്വയർഡ്. വിത്തൗട്ട് എ സ്റ്റിമുലസ് മസിൽ കാനോട്ട് കൺട്രാക്ട്. അത് ഏത് മസിലായാലും, ഇപ്പോൾ നമ്മുടെ കൈകാലുകളുടെ മസിലായാലും നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തുള്ള മസിലായാലും കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റിമുലസ് ആവശ്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മറ്റ് മസിലുകൾക്കൊക്കെ കൺട്രാക്ട് ചെയ്യാനുള്ള ഈ സ്റ്റിമുലസ് കിട്ടുന്നത് എവിടുന്നാണ് ഈ സ്റ്റിമുലസ് കിട്ടുക? അത് ബ്രെയിനിൽ നിന്നോ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്നാണ് അത് കിട്ടുക. കൺട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ് നമുക്ക് കിട്ടുന്നത് നെർവസ് സിസ്റ്റത്തിൽ, ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോർഡ്, എവിടുന്നാണ് കിട്ടുക. എന്നാൽ കാർഡിയാക് മസിലിനെ സംബന്ധിച്ചിടത്തോളം, ഹാർട്ട് മസിലിനെ സംബന്ധിച്ചിടത്തോളം, the impulse or the stimulus for contraction is generated within the heart itself. അങ്ങനെ പ്രത്യേകത നമ്മുടെ ഹാർട്ടിനുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഹാർട്ടിനെ നമ്മൾ ഹാർട്ട് മുറിച്ച് ഒരു പുറത്തെടുത്ത് വെച്ചാൽ അത് ഇൻഡിപെൻഡൻ്റ് ആയി കുറച്ച് സമയം ബീറ്റ് ചെയ്തുകൊണ്ട് വെക്കും. കുറച്ച് സമയത്തേക്ക് അത് ബീറ്റ് ചെയ്യും. വാട്ട് ഡസ് ഇറ്റ് ഷോ? ബിക്കോസ് ഇറ്റ് ഹാസ്, അതിന് വലിയ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് അതിന് വലിയ ഇൻഫ്ലുവൻസ് ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് അതായത് ഹാർട്ടിനെ കൺട്രാക്ട് ചെയ്യാൻ എന്താവശ്യമില്ല, നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് അതിന് ആവശ്യമില്ല എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇമ്പൾസ് അത് എങ്ങനെയാണ് കിട്ടുക? ഇമ്പൾസ് എന്തായാലും വേണം. മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു സ്റ്റിമുലസ്, അതിനൊരു ഇമ്പൾസ്, എന്താ പറയുക, അത് നാഡീയ ആവേഗം, ഒരു ആവേഗം അതിന് കിട്ടിയാൽ, നാഡീയ ആവേഗമാണ് നിർബന്ധമില്ല. അപ്പോൾ കാർഡിയാക് മസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഡീയ ആവേഗം അല്ലെങ്കിൽ ഒരു നെർവ് ഇമ്പൾസ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഇറ്റ്സ് കൺട്രാക്ഷൻ. പക്ഷേ ആ സ്റ്റിമുലസ് ഈസ് ജനറേറ്റഡ് വിത്തിൻ ദ ഹാർട്ട് ഇറ്റ്സെൽഫ്. ഹാർട്ടിൽ തന്നെയാണ് ഈ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പാച്ച് ഓഫ് കാർഡിയാക് മസിൽ ഈസ് പ്രസന്റ് ഇൻ ദ ഹാർട്ട് ഇറ്റ്സെൽഫ്, at the top of the right atrium. ഈ റൈറ്റ് ഏട്രിയത്തിന്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്പെഷ്യൽ പാച്ച് ഓഫ് ടിഷ്യൂ can be seen. A special patch of tissue. ഈ സ്പെഷ്യൽ പാച്ച് ഓഫ് ടിഷ്യൂനെ നമ്മൾ SA നോഡ് എന്നാണ് വിളിക്കുന്നത്. That is called SA node. SA node എന്ന് വിളിക്കുന്നു. SA എന്ന് പറഞ്ഞാൽ സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. സൈനോ ഏട്രിയൽ നോഡ്, SA node. It is also called the pacemaker of the heart. Pacemaker of the heart. അപ്പോൾ ഹാർട്ട് രൂപപ്പെടുന്ന അപ്പോൾ മുതൽ, ഹാർട്ട് എപ്പോഴാണ് രൂപപ്പെടുക? ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് എംബ്രിയോണിക് പീരീഡിലാണ്, അല്ലേ? എംബ്രിയോ 1 month ഓൾഡ് ആകുമ്പോൾ തന്നെ ഹാർട്ട് രൂപപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹാർട്ട് രൂപപ്പെടുന്ന അപ്പോൾ മുതൽ ഈ പേസ് മേക്കർ അല്ലെങ്കിൽ ഈ SA നോഡിൽ നിന്നും ഇന്റർമിറ്റന്റ് ആയി, കണ്ടിന്യൂസ് ആൻഡ് ഇന്റർമിറ്റന്റ് ആയി ഇമ്പൾസ് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഡിറ്റർമിൻസ് ദ പേസ് ഓഫ് ദ ഹാർട്ട്. പേസ് എന്താണ്? പേസ് സ്പീഡാണ്, അല്ലേ? അപ്പോൾ ഹാർട്ട് എത്ര വേഗത്തിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഹാർട്ട് അതിന്റെ റേറ്റ് തീരുമാനിക്കുന്നത് ഈ SA നോഡ്, സൈനോ ഓറിക്കുലാർ, സൈനോ ഏട്രിയൽ നോഡ് ആയതുകൊണ്ട് അതിനെ
നമ്മൾ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് വിളിക്കണം. ഓക്കെ, അപ്പൊ ഈ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്താണ് ചെയ്യുക? അവിടെ ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കലി ആൻഡ് കണ്ടിന്യൂസ്ലി. ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും കണ്ടിന്യൂസ്ലി ആണ്, പക്ഷേ ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ്. അതായത് ഒരു ഇമ്പൾസ്, ഇതിനെ നമ്മൾ കാർഡിയാക് ഇമ്പൾസ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ പേസ് മേക്കറിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇമ്പൾസിനെ നമ്മൾ എന്താ വിളിക്കാം? കാർഡിയാക് ഇമ്പൾസ് എന്നാണ് വിളിക്കുന്നത്. സോ കാർഡിയാക് ഇമ്പൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ജനറേറ്റഡ് ഇന്റർമിറ്റന്റ്. അപ്പൊ ഇങ്ങനെ ഹാർട്ടിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇമ്പൾസ് ഹാർട്ടിൽ തന്നെ, ഹാർട്ട് മസിൽ തന്നെ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ ഈ ഹാർട്ടിനെ മയോജനിക് ഹാർട്ട് എന്നാണ് വിളിക്കുന്നത്. The heart is myogenic heart. Myo means muscle, genic to generate. അതായത് മസിൽ തന്നെ മസിലിന് കൺട്രാക്ട് ചെയ്യാനുള്ള ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ഹാർട്ടിനെ മയോജനിക് ഹാർട്ട് എന്നാണ് വിളിക്കുക. മയോജനിക് ഹാർട്ട്. ഇപ്പൊ ഇൻവെർട്ടിബ്രേറ്റ്സിലൊക്കെ ഹാർട്ട് ഉണ്ട്, അത് പലതും ന്യൂറോജനിക് ഹാർട്ടാണ്. അതായത് അതിന് കൺട്രാക്ട് ചെയ്യാനുള്ള ഇമ്പൾസ് നെർവോ സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഹാർട്ട് എന്താണ്? മയോജനിക് ഹാർട്ടാണ്. The impulse for the contraction of the heart is developed by the heart itself, heart muscle itself. That is what is called myogenic heart. Okay, this pacemaker produces cardiac impulse intermittently. ഒരു cardiac impulse produce ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇങ്ങനെ ഇന്റർമിറ്റന്റ് ആയി ഈ കാർഡിയാക് ഇമ്പൾസ് പ്രൊഡ്യൂസ്. എന്താണ് ഈ കാർഡിയാക് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ? ഒരു ലോ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആണ്, നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ലോ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആണ്, ലോ വോൾട്ടേജ് ഇലക്ട്രിക് പ്രവാഹത്തിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. വളരെ ലോ വോൾട്ടേജ് ആണ്. അപ്പോൾ അതിങ്ങനെ ഇവിടെയാണ് ഈ പേസ് മേക്കറിലാണല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പേസ് മേക്കർ സിറ്റുവേറ്റഡ് ഇൻ ഏട്രിയം. അപ്പോൾ ഏട്രിയത്തിലാണ് പേസ് മേക്കർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമ്പൾസ് ആദ്യമേ സ്പ്രെഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇമ്പൾസ് സ്പ്രെഡ്സ് ത്രൂ ഔട്ട് ദി ഏട്രിയം. ഇപ്പോൾ വെൻട്രിക്കിൾ കുറച്ച് അകലെയാണല്ലോ, പേസ് മേക്കറിൽ നിന്ന് കുറച്ച് അകലെയാണ് വെൻട്രിക്കിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെൻട്രിക്കിളിലേക്ക് എത്താൻ കുറച്ച് താമസിക്കും. ആദ്യം ഈ കാർഡിയാക് ഇമ്പൾസ് എത്തുന്നത് എവിടെയാണ്? ഏട്രിയത്തിലാണ്, അല്ലേ? അപ്പോൾ ഏട്രിയം കൺട്രാക്ട് ചെയ്യും. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ കൺട്രാക്ഷൻ ഓഫ് ദി ഏട്രിയം. അപ്പോൾ രണ്ട് ഏട്രിയവും ഒരുപോലെ കൺട്രാക്ട് ചെയ്യുന്നു ആദ്യം. അപ്പോൾ ആദ്യം കൺട്രാക്ട് ചെയ്യുന്നത് ഏതാണ്? ഏട്രിയമാണ്. നൗ ഇവിടെ ഈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം, നമ്മളിവിടെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ ആയിരുന്നു. ഈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ മറ്റൊരു നോഡ് സ്ഥിതി ചെയ്യുന്നുണ്ട്. Another node is there, and that node is called AV node. This is called AV node or atrioventricular node. Atrioventricular node, AV node. ഇതിനെ നമുക്ക് സെക്കൻഡ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പേസ് മേക്കർ അല്ല, ബിക്കോസ് കാർഡിയാക് ഇമ്പൾസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടില്ല. കാർഡിയാക് ഇമ്പൾസ് cannot be generated. പിന്നെ എന്താണ് AV നോഡിന്റെ ഫംഗ്ഷൻ? AV node can be considered as an amplifier. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് കാണാം. എന്താണ് ആംപ്ലിഫയർ? നിങ്ങൾക്കറിയാം അല്ലേ? സൗണ്ടിനെ കുറെ കൂടി ഉച്ചത്തിലാക്കി കേൾപ്പിക്കുന്ന ഒരു ഉപകരണമാണല്ലോ. കുറെ കൂടി അതിൻ്റെ ശക്തി കൂട്ടി കൊടുക്കുന്ന സാധനമാണ് ആംപ്ലിഫയർ എന്ന് പറയുന്ന പോലെ നമുക്ക് AV നോഡിനെ വേണമെങ്കിൽ ആംപ്ലിഫയർ എന്ന് വിളിക്കാം. കാരണം എന്താണ്? SA നോഡ്, അതായത് പേസ് മേക്കറിൽ നിന്നും കാർഡിയാക് ഇമ്പൾസ് ഏട്രിയത്തിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്തു, ഏട്രിയം കൺട്രാക്ട് ചെയ്തു. പക്ഷെ അത് താഴേക്ക് എത്തുമ്പോഴത്തേക്കും ദാറ്റ് ബിക്കംസ് വെരി വീക്ക്. അത് വീക്കായി മാറും, കുറച്ച് അതിന്റെ സ്ട്രെങ്ത് കുറയും. അങ്ങനെ കുറഞ്ഞ സ്ട്രെങ്തിലാണ് ഈ കാർഡിയാക് ഇമ്പൾസ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നതെങ്കിൽ വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ വീക്ക് ആയിരിക്കും. അപ്പോൾ വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ പവർഫുൾ ആയിരിക്കണം, വീക്ക് ആവാൻ പാടില്ല. ഏട്രിയത്തെക്കാളും എത്രയോ പവർഫുൾ ആയിരിക്കണം വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. എന്താ കാരണം? ഏട്രിയത്തിന്റെ കൺട്രാക്ഷൻ കൊണ്ട് ബ്ലഡ് എവിടെ വരെ എത്തിയാൽ മതി? ഈ വാൽസ് ഓപ്പൺ ചെയ്ത് താഴേക്ക് എത്തിയാൽ മതി. അതേസമയം വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ അങ്ങനെയല്ല. വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ പവർഫുൾ ആയിരിക്കണം. കാരണം എന്താണ്? വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ വഴിയാണ് ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത്, അല്ലേ?
റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ മൂലം ബ്ലഡ് എവിടെ എത്തണം? ലങ്സിലേക്ക് എത്തണം. രണ്ട് ലങ്സിലേക്ക് എത്തണം ത്രൂ ദ പൾമണറി ആർട്ടറി. അതുപോലെ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ വളരെ പവർഫുൾ ആയിരിക്കണം. ബിക്കോസ് the blood has to travel through the aorta and its branches to different parts of the body. എല്ലാ ഭാഗത്തേക്കും എത്തണം. So the conduction will be powerful. പക്ഷേ ഈ പേസ് മേക്കറിൽ നിന്ന് വരുന്ന കാർഡിയാക് ഇമ്പൾസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് കുറെ വീക്കായി മാറുന്നു. സോ ദാറ്റ് കനോട്ട് മേക്ക് ദ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ പവർഫുൾ. സോ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇവിടെ എന്തുള്ളത്? AV നോഡ് ഉള്ളത്, ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഉള്ളത്. ഓക്കെ, ഈ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഇവിടെ എത്തുന്ന കാർഡിയാക് ഇമ്പൾസിനെ ആംപ്ലിഫൈ ചെയ്യും. അതിന്റെ പവർ കൂട്ടി ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് AV നോഡിന്റെ ഫംഗ്ഷൻ. അത് മാത്രമല്ല, AV നോഡിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മസിൽ ബണ്ടിൽ, a bundle of muscle can be seen. And this bundle of muscle is called bundle of His. നമ്മൾ bundle of His എന്നാണ്, bundle of His. അല്ലെങ്കിൽ അതിനെ AV bundle, atrial ventricular bundle എന്ന് വിളിക്കും. AV bundle, atrial ventricular bundle or bundle of His എന്ന് വിളിക്കും. And this bundle of His divides into two branches. It divides into two branches called bundle branches of the bundle of His, and then it branches into fine branches and reach different parts, nook and corner of the ventricle. And these fibers are called Purkinje fibers. അപ്പോൾ AV നോഡ് ആംപ്ലിഫൈ ചെയ്യുന്ന കാർഡിയാക് ഇമ്പൾസ് ഈ ബണ്ടിൽ ഓഫ് ഹിസ് വഴി, അതിന്റെ ബ്രാഞ്ചസ് വഴി, പർക്കിഞ്ച് ഫൈബേഴ്സ് വഴി വെൻട്രിക്കിളിന്റെ എല്ലാ ഭാഗത്തും വരും. അപ്പോൾ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യും. അത് പവർഫുൾ ആയിരിക്കണം. അപ്പോൾ വെൻട്രിക്കിൾ പവർഫുള്ളി കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ദി ഹാർട്ട്. Conducting system of the heart. Now let us see what happens when the heart contracts and relaxes. The contraction of the heart is called systole and relaxation is called diastole. So contraction is called systole and relaxation is called diastole. Contraction is called systole and relaxation is called diastole. Okay. Now systole happens when the pacemaker or a stenoid transmits a cardiac impulse. The cardiac impulse spreads throughout the atrium and the atria together contract. When these atria contract, what happens? Blood from this atria. Here on the right side is impure blood or deoxygenated blood, and the left side is the oxygenated blood. So both these blood pass into the ventricles, respective ventricles, opening these valves, opening this tricuspid and bicuspid valves. Okay. So blood gets filled in the ventricles and the ventricles then start contracting. So by this time, this cardiac impulse reaches the AV node and AV node amplifies it, and through this bundle of His and these branches and Purkinje fibers reaches all over the ventricle and the ventricle contracts. Ventricular systole. It's called ventricular systole. So first is the atrial systole and the second is ventricular systole. Okay. So when the ventricular systole begins, the atria relaxes. Atrial diastole begins. And the ventricular systole progresses
and when it reaches the maximum, the blood is pumped. These semilunar valves are open and the blood is pumped through the arteries. Okay, what happens at the time? These valves close. These valves are open and these valves now close. So they close with a sound. These valves close with a, suppose this is a valve, they were open, and when the ventricles contract, when the contraction reaches the peak, they close. They close with a sound. And that sound is the first heartbeat sound. That sound is called the lub sound. Lub. That sound is called lub sound. So this is the first heartbeat sound. So first heartbeat sound is heard when these cuspid valves, both tricuspid and bicuspid valves, close simultaneously when the ventricles contract. So that sound is the lub sound. First heartbeat sound. Okay, these semilunar valves open and the blood passes through the aorta and the pulmonary artery. Then the ventricles start relaxing. Ventricular diastole begins. So when the ventricular comes to diastole, as I told you already, ബ്ലഡിന് താഴേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം ഇവിടുത്തെ പ്രഷർ കുറഞ്ഞല്ലോ, ഇവിടെ പ്രഷർ കുറഞ്ഞു, ഇപ്പോൾ ഡയസ്റ്റോളിലാവുമ്പോൾ ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു, അപ്പോൾ ബ്ലഡിന് സ്വാഭാവികമായിട്ടും താഴേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അപ്പോൾ സെമിലുനാർ വാൾവ്സ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. Semilunar valves close with a sound again, and that's the second heartbeat sound. That's the dubbed sound. Dubbed sound. So a heartbeat is constituted of two sounds. One is the lub sound, that is the first sound, and the second one is the dub sound. Lub, dub, lub, dub, lub, dub. So this is the heartbeat sound. And the second heartbeat sound, dub sound, is heard when the semilunar valves close, when the ventricles enter into the diastole. Now both ventricle is in diastole, atria is already in diastole, and all the chambers of the heart are in diastole, and that condition is called joined diastole. Joined diastole. Joined diastole. So this series of activities in the heart constitute the cardiac cycle. This is called the cardiac cycle. Cardiac cycle. Okay. So one cardiac cycle is constituted of joint diastole, atrial contraction, ventricular contraction, and again joint diastole. So that's what the cardiac cycle. The duration of one cardiac cycle is 0.8 second. Duration of one cardiac cycle is 0.8 second. And the amount of blood pumped by these ventricles, in one cardiac cycle or during one contraction is 70 ml of blood. 70 ml of blood. And that is called the stroke volume. Stroke volume. Stroke volume. എന്താണ് stroke volume? ഒരു കാർഡിയാക് സൈക്കിളിൽ ഓരോ വെൻട്രിക്കിൾസും പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവിനാണ് സ്ട്രോക്ക് വോളിയം എന്ന് വിളിക്കുന്നത്. that is 70 ml. That is 70 ml. ഇനി ഒരു മിനിറ്റിൽ 72 കാർഡിയാക് സൈക്കിൾസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓൺ ആവറേജ്. ഇപ്പോൾ എല്ലാവരിലും അത് ഒരേപോലെ ആയിരിക്കണമെന്നില്ല, എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. When the person is at rest, when a healthy person is at rest, there will be 72 cardiac cycles. നമ്മൾ പറയില്ലേ 72 ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയില്ലേ. അതായത് ഒരു കാർഡിയാക് സൈക്കിളിൽ ഒരു ഹാർട്ട് ബീറ്റ് ആണ്. ഒരു കാർഡിയാക് സൈക്കിളിൽ ലബ്ദം ഒരു ഹാർട്ട് ബീറ്റ് ആണ്.
അപ്പോൾ അത് അങ്ങനെ 72 ഹാർട്ട് ബീറ്റ്സ് അല്ലെങ്കിൽ 72 കാർഡിയക് സൈക്കിൾസ് ഉണ്ടാവും ഒരു മിനിറ്റിൽ എന്നാണ് പറയുക. അങ്ങനത്തെ പേഴ്സണലി സെറ്റ് റെസ്റ്റ് നമുക്കറിയാം, അതെപ്പോഴും വരെയല്ല. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ, നമുക്ക് മറ്റ് മാനസികാവസ്ഥ പോലെയൊക്കെ ഇരിക്കും, നമുക്ക് പേടിയോ ടെൻഷനോ ഉള്ളപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനെയൊക്കെ നമുക്കറിയാം. അപ്പോൾ 72 ഇതിനെയാണ് നമ്മൾ ഹാർട്ട് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഹാർട്ട് റേറ്റ് എന്താണ് ഹാർട്ട് റേറ്റ്? ദ നമ്പർ ഓഫ് കാർഡിയക് സൈക്കിൾസ് ഇൻ എ മിനിറ്റ് ഈസ് കോൾഡ് ദ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് 5000 ml ഓർ 5 ലിറ്റേഴ്സ്. ഇതിനെ നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്നാണ് വിളിക്കുക. കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വിളിക്കുക. അപ്പോൾ സ്ട്രോക്ക് വോളിയം 70 ml ആണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ദ വെൻട്രിക്കിൾ during one cardiac cycle. That's a stroke volume. Then what is heart rate? Heart rate is the number of cardiac cycles per minute, that is 72. And the amount of blood pumped during 1 minute or in 1 minute is the cardiac output. So it's the heart rate, and the amount of blood pumped during or in 1 minute is the cardiac output, that is 5000 ml or 5 liter. Now let us discuss about ECG. What is ECG? ECG is electrocardiograph. So what is electrocardiograph? Electrocardiograph is a machine, is an instrument by which we can understand the working of the heart. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും താളപ്പിഴകളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഒരു പേഷ്യൻ്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിത്രം അവിടെ കാണാം. ഇതിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഗ്രാഫ് പേപ്പറിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നോക്കുന്നത് കാർഡിയാക് ഇമ്പൾസിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. നമുക്കറിയാം ഹാർട്ടിന്റെ പ്രവർത്തനത്തിന് ആധാരം എന്ന് പറയുന്നത് കാർഡിയാക് ഇമ്പൾസ് ആണ്. പേസ് മേക്കർ ക്രിയേറ്റ് ചെയ്യുന്ന കാർഡിയാക് ഇമ്പൾസ്. അപ്പൊ ഹാർട്ടിന്റെ ഓരോ ഭാഗത്തും ഈ കാർഡിയാക് ഇമ്പൾസിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പൊ ഏട്രിയത്തിലുള്ള കാർഡിയാക് ഇമ്പൾസ് ആയിരിക്കില്ല വെൻട്രിക്കിളിൽ. അതേപോലെ ഡയസ്റ്റോളിന്റെ സമയത്തുള്ള കാർഡിയാക് ഇമ്പൾസിന്റെ ഇന്റൻസിറ്റി അല്ല സിസ്റ്റോളിന്റെ സമയത്ത്. അപ്പൊ ഇത് നോട്ട് ചെയ്താൽ ഇത് എത്രയായിരിക്കണം എന്ന് നമുക്ക് അറിയാം. ഇതിന് ഒരു കണക്കുണ്ട്. ഇപ്പൊ ഏട്രിയത്തിലെ ഇമ്പൾസ് എത്രയായിരിക്കണം, അല്ലെങ്കിൽ വെൻട്രിക്കിൾ എത്രയായിരിക്കണം, ഡയസ്റ്റോളിന്റെ സമയത്ത് എത്രയായിരിക്കണം, സിസ്റ്റോളിന്റെ സമയത്ത് എത്രയായിരിക്കണം എന്നൊക്കെയുള്ള കണക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യതിയാനം ഇത് രേഖപ്പെടുത്തുന്നത് ഒരു ഗ്രാഫിന്റെ രൂപത്തിലാണ്. ആ ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ട് കാണാം. ഈ ഗ്രാഫ് പേപ്പറിൽ രേഖപ്പെടുത്തിയ ആ രേഖയ്ക്കാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്തായാലും ECG തന്നെ. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദ ഇൻസ്ട്രുമെന്റ് or the machine that is used to record the cardiac impulse on a graph paper, and that graphic representation of the cardiac impulse or the cardiac cycle is called the electrocardiogram. That is called electrocardiogram. So we get an electrocardiogram from an electrocardiograph. Okay. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഇലക്ട്രോകാർഡിയോഗ്രാം
ECG എടുക്കേണ്ട ആളുടെ ശരീരവുമായി ബന്ധിപ്പിക്കും. സാധാരണഗതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ECGയിൽ 3 ലീഡുകൾ ഉണ്ടാകും. അതായത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന മെഷീനെ പേഷ്യൻറ്റുമായി അല്ലെങ്കിൽ രോഗിയുടെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന വയറുകൾക്കാണ് നമ്മൾ ലീഡ് എന്ന് വിളിക്കുക. 3 ലീഡുകൾ ഉണ്ടാവും. അതിൽ 2 എണ്ണം റിസ്റ്റിൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റിസ്റ്റിൽ അറ്റാച്ച് ചെയ്യുന്നു. ഒരെണ്ണം ലെഫ്റ്റ് ആംഗിൾ അറ്റാച്ച് ചെയ്യും. ഇതുകൂടാതെ ഈ കുറച്ചുകൂടെ കൃത്യമായ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ECG കിട്ടണമെങ്കിൽ മൾട്ടിപ്പിൾ ലീഡ്സ്, ചെസ്റ്റിന്റെ പല ഭാഗത്തും മൾട്ടിപ്പിൾ ലീഡ്സ് അറ്റാച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ബേസിക് ECG എന്ന് പറയുമ്പോൾ അതിന് 3 ലീഡ്സ് ആണ് ഉണ്ടാവുക. 2 എണ്ണം റിസ്റ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റിസ്റ്റിലും ഒരെണ്ണം ആംഗിളിലും അറ്റാച്ച് ചെയ്യും. അങ്ങനെ ECG പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു പേപ്പറാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ കാർഡിയാക് ഇമ്പൾസിന്റെ ഏറ്റക്കുറച്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് വിളിക്കും. അപ്പോൾ ഇലക്ട്രോകാർഡിയോഗ്രാം, ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോകാർഡിയോഗ്രാമിൽ എന്ന് പറയുന്നത് അതിൽ ഓരോ കാർഡിയാക് സൈക്കിൾ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പല വേവ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ P wave എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് വേവ് ഈസ് കോൾഡ് P wave and the second wave is a QRS complex. നമ്മൾ QRS wave എന്നാണ് വിളിക്കുന്നത്. Then a T wave is there. ഇതിന്റെ റിപ്പീറ്റേഷൻ ആണ് ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു കാർഡിയക് സൈക്കിൾ, ഒരു കാർഡിയക് സൈക്കിൾ. ഇതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ അതാണ് നമുക്ക് ഒരു ഗ്രാഫ് പേപ്പറിൽ നമുക്ക് കിട്ടുക. അതിനാണ് ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇത് എന്താണ്, ഇത് ഓരോ വേവും എന്തിനു റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏട്രിയൽ കൺട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഏട്രിയൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഈ QRS കോംപ്ലക്സ് സൂചിപ്പിക്കുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. അവിടെ നമുക്ക് ആ വേവ് കാണുമ്പോൾ അറിയാം, അത് വളരെ ശക്തമായ ഒരു വേവാണ്. അവിടെ കൺട്രാക്ഷൻ, അവിടെ കാർഡിയാക് ഇമ്പൾസ് വളരെ ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത T വേവ് ആണ്. T വേവ് റെപ്രസെന്റ്സ് ദ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. അപ്പോൾ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ തുടങ്ങുന്നത് എവിടെയാണ്? അത് പൂർത്തിയാവുന്നത് ഈ വേവോടുകൂടി അത് പൂർത്തിയാവും, ഡയസ്റ്റോൾ പൂർത്തിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ കാർഡിയാക് സൈക്കിൾ, ഒരു ഹെൽത്തി കാർഡിയാക് സൈക്കിൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് അറിയാം. ഇതിൽ നിന്നുള്ള ഡീവിയേഷൻ, എവിടെയാണ് ഡീവിയേഷൻ വന്നിരിക്കുന്നത്? അത് P വേവിലാണോ, അതായത് QRS കോംപ്ലക്സിലാണോ, അതായത് T വേവിലാണോ, എവിടെയാണ് ഇതിന്റെ ഡീവിയേഷൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാണ്. ഹാർട്ടിന് എന്തെങ്കിലും തകരാറുണ്ടോ, എന്താണ് ഹാർട്ടിന്റെ പ്രശ്നം എന്ന് നേരെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു മിനിറ്റിൽ ഈ യൂണിറ്റ് എത്ര റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു മിനിറ്റിൽ എത്ര കാർഡിയക് സൈക്കിൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഏകദേശം ചില ഐഡിയാസ് തരുന്നതാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. അത് കിട്ടുന്നത് അതിനുപയോഗിക്കുന്ന മെഷീനാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഓക്കെ, so P wave represents the atrial depolarization or atrial contraction. QRS complex represents the ventricular contraction or ventricular depolarization, and T wave represents the ventricular diastole. Okay. Shall wind up the class here. We will continue with the next class.